ഇന്ന് തിയേറ്ററിൽ റിലീസായ മലയാള സിനിമയാണ് പൊന്മാൻ. ഇത് കുറേ നാൾ മുന്നേ തന്നെ തിയേറ്ററിൽ റിലീസിന് വേണ്ടി തയ്യാറെടുത്ത സിനിമയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഒക്ടോബറിൽ വേട്ടയ്യാൻ കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ ഇതിൻ്റെ ട്രെയിലർ ഇട്ടത്. ആ ട്രെയിലർ മിനിഞ്ഞാന്നാണ് ഇവർ ഓൺലൈനിൽ റിലീസ് ചെയ്തത്. അത്രയും ഗ്യാപ്പ് എടുത്തു. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് ലുക്കും അതുപോലെ തന്നെ ടീസറും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയൊന്നും തോന്നിയില്ല. ഒരു നല്ല സിനിമയാണെങ്കിൽ പോലും തിയേറ്ററിൽ ഹിറ്റടിക്കാൻ കെൽപ്പുള്ളൊരു സംഭവം അല്ലെങ്കിൽ ഒരു വൻ പൊളി സിനിമ എന്നൊരു വൈബ് തോന്നിയില്ല പേഴ്സണലി. അതുകൊണ്ട് തന്നെ ഒട്ടും പ്രതീക്ഷയില്ലാതാണ് ഈ സിനിമയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ജ്യോതിഷ് ശങ്കർ അദ്ദേഹമാണ് ഈ സിനിമയുടെ സംവിധായകൻ. ഒരു പുതുമുഖ സംവിധായകനാണെങ്കിൽ പോലും സിനിമയിൽ ഭയങ്കര നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളതാണ് അദ്ദേഹത്തിന്. കുമ്പളങ്ങി നൈറ്റ്സ് തുടങ്ങി ഒരുപാട് സിനിമകളിൽ ആർട്ട് ഡയറക്ടറായിട്ട് പുള്ളി വർക്ക് ചെയ്തതാണ്. ഇനിയും വരുന്നത് പ്രധാനപ്പെട്ട സിനിമകളും അദ്ദേഹം ആർട്ട് ഡയറക്ടറായിട്ട് പുള്ളി ഏറ്റിട്ടുണ്ട്. പിന്നെ ഇതിൽ അജിത് വിനായക അജിത്ത് അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. അവരെപ്പറ്റി അറിയാവുന്നവർക്കറിയാം, പടക്കക്കടയാണ്. ചെയ്ത പടങ്ങളെല്ലാം ഫ്ലോപ്പ്. ഒറ്റ പടം പോലും തിയേറ്ററിൽ ഹിറ്റായിട്ടില്ല. ബോംബ് സ്ഫോടനമാണ്. ജസ്റ്റിൻ വർഗീസാണ് ഇതിൽ പാട്ട് ചെയ്തിരിക്കുന്നത്. GR ഇന്ദുഗോപൻ അദ്ദേഹത്തിൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കി വന്ന സിനിമയാണ്. അറിയാലോ, അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ പോലും സിനിമയാക്കിയപ്പോൾ തിയേറ്ററിൽ വച്ച പിടിച്ചിട്ടില്ല. അപ്പം മൊത്തത്തിലൊരു സീറോ ഹൈപ്പായിരുന്നു ഈ സിനിമയെപ്പറ്റി. ഈ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രോപ്പർ ഡ്രാമയാണ്. ബേസിലിൻ്റെ സിനിമയായതുകൊണ്ട് കോമഡി പ്രതീക്ഷിക്കുകയേ വേണ്ട. അവിടെ ഇവിടെയായിട്ട് ഇപ്പം ബേസിൽ നല്ല ഏതൊരു നടൻ വന്നാലും ഒരു ഡ്രാമ സിനിമകളിൽ വരാവുന്ന കോമഡി അത്ര ഈ സിനിമയിലുള്ളൂ. അല്ലാതെ കോമഡി ആയിട്ടൊന്നും തന്നെ ഇല്ല. പിന്നെ ബേസിൽ ആയതുകൊണ്ട് മാത്രം നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് ചിരി വരുന്ന 1-2 മൂമെൻറ്റ്സ് ഉണ്ട്. അതല്ലാതെ പൊട്ടിച്ചിരിക്കേണ്ട ഒരു ഇതുപോലില്ല. ഒരു ഡ്രാമയാണ്, ഒരു പ്രോപ്പർ ഡ്രാമയാണ്. ഇതൊരു പരിധി കഴിയുമ്പോൾ ഇപ്പോൾ ഒരു അയ്യപ്പനും കോശിയും പോലൊരു ഈഗോ ക്ലാഷ് പരിപാടി അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, രണ്ടുപേര് തമ്മിലുള്ളതല്ല. ഇപ്പോൾ ബേസിൽ നിന്നൊരു ക്യാരക്ടറും അപ്പുറത്ത് മറ്റ് പലരും. ഇപ്പോൾ ആദ്യം ആനന്ദ് മൻമഥനായിരിക്കാം, അത് കഴിഞ്ഞിട്ട് ലിജോ മോൾ, പിന്നെ ലിജോ മോളുടെ അമ്മയുടെ ക്യാരക്ടർ, പിന്നെ മറ്റൊരു പ്രദേശം, ആ ഒരു പ്രദേശം തന്നെ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. പിന്നെ സജിൻ ഗോപു, അങ്ങനെ പലരുമായിട്ടും ബേസിലുണ്ടാകുന്നൊരു അവർ തമ്മിലുള്ളൊരു പരിപാടിയാണ് ഈ സിനിമ വരുന്നത്. ബേസിലും അപ്പുറത്തൊരു ആൾക്കാരിങ്ങനെ മാറി മാറി വരുന്നതും തമ്മിലുള്ളൊരിത് ബേസിലിൻ്റെ ക്യാരക്ടറെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. എനിക്കിത് പറയുകയാണെങ്കിൽ ഇന്ദുഗോപൻ്റെ കരിയർ ബെസ്റ്റ് സ്ക്രിപ്റ്റാണ് സിനിമയിലേക്ക് വരുമ്പോഴത്തേക്ക്. അത് ഒരു നിസ്സംശയം പറയാം. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് സിനിമ നന്നായിട്ട് വർക്കായി. എസ്പെഷ്യലി ഫസ്റ്റ് സീനിൽ തന്നെ ഞാൻ ഇതിലേക്ക് ഇന്നായി. ഇത് ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന സിനിമയാണ്. 2 മണിക്കൂർ 10 മിനിറ്റ് ഉള്ളെങ്കിലും ഭയങ്കര സ്ലോ പേസാണ് നറേഷൻ. പക്ഷേ ഒരു സ്ഥലത്തും എനിക്ക് ലാഗ് തോന്നിയില്ല. നല്ല എൻഗേജിങ് ആയിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഇതൊരു നല്ല സിനിമയാണ്. ഇതിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കാണാതിരിക്കാൻ തക്കവണ്ണ പ്രശ്നമൊന്നും സിനിമയ്ക്കില്ല. ആകെ എനിക്ക് തോന്നിയതിൽ ടെക്നിക്കലി ജസ്റ്റ് ഓക്കേഷ് ആയിട്ടേ തോന്നിയുള്ളൂ. അത് ഫസ്റ്റ് ഷോട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ടെക്നിക്കലി അത്ര സംഭവമില്ലെന്ന് തോന്നും. പിന്നെ ഇതിൽ എസ്പെഷ്യലി വിഷ്വൽസ് ഭയങ്കര ബിലോ പാറായിട്ട് തോന്നി. ഒട്ടും അപ്പീലിംഗ് ആയിട്ട് തോന്നിയില്ല. അതല്ലാതെ എല്ലാം അടിപൊളിയാണ്. എസ്പെഷ്യലി സ്ക്രിപ്റ്റ്, പിന്നെ അത്യുഗ്രം പെർഫോമൻസ്. എല്ലാവരും അടിപൊളി പെർഫോമൻസാണ്. പിന്നെ പാട്ടുകൾ അടിപൊളിയാണ്. 2 പാട്ടാണ് എനിക്ക് പ്രധാനമായിട്ട് മനസ്സിലുള്ളത്. 2 അടിപൊളി പാട്ടാണ്. ഒരു കല്യാണപ്പാട്ടും പിന്നെ ഒരു ഇമോഷണൽ പരിപാടി വരുന്നുണ്ട്, ആ പാട്ടും. ബേസിലിൻ്റെ പെർഫോമൻസ് കരിയർ ബെസ്റ്റാന്ന് പറയുന്നത് ഒരുപാട് പേരെ കണ്ടു. പക്ഷേ എനിക്ക് അത്രയും തോന്നിയില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, കോമഡി ചെയ്യുന്നത് എല്ലാവർക്കും സിമ്പിളായിട്ടാണ് തോന്നുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ഒരാളൊരു കോമഡി വേഷം ചെയ്താൽ അത് കരിയർ ബെസ്റ്റ് ആവത്തില്ല. ഇമോഷണൽ ചെയ്താലേ കരിയർ ബെസ്റ്റ് ആവും. അങ്ങനെ എനിക്കില്ല. ബേസിലിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ്. പക്ഷേ അദ്ദേഹം ഇതിൽ നന്നായിട്ട് കോമഡി ചെയ്ത സിനിമകൾ ഇതിലും നല്ല പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലിജോ മോൾ ആദ്യം സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫ് വരെ ഒരു യൂഷ്വൽ ക്യാരക്ടർ അങ്ങനെ തോന്നിയുള്ളൂ. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ ഭയങ്കര ഇവോൾവിങ് ആയിട്ട് തോന്നി. സജിൻ ഗോപു കുറച്ച് സ്ക്രീൻ സ്പേസിൽ തകർത്തിട്ടുണ്ട്. ഞങ്ങളെ പെർഫോമൻസ് കൊണ്ട് അടിപൊളിയാണ് പടം. ഇത് തിയേറ്ററിൽ കാണാതിരിക്കാൻ തക്ക ഒരു എടുത്തു പറയാനുള്ള കാരണമില്ല. പക്ഷേ സ്റ്റിൽ ഇത് തിയേറ്ററിൽ ഹിറ്റാവുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം നല്ല സ്ലോ പേസാണ്. ഭയങ്കര ഒരു അനക്കമൊന്നുമുള്ള ഒരു സിനിമയല്ല. ആ ഒരു മൂഡിൽ കാണേണ്ടതാണ്. ഫാമിലി ഓഡിയൻസിന് വർക്കാവുമെന്ന് അറിയത്തില്ല. അതായത് അവർ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഇതേ ഫാമിലി ഓഡിയൻസ് OTT വന്നു കഴിഞ്ഞ് കാണുമ്പോഴത്തേക്ക് നല്ല സിനിമയാണെന്ന് പറയാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു സിനിമയാണ്. ഉഗ്രം പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ തിയേറ്ററിൽ ആളില്ല. വരും ദിവസങ്ങളിൽ ആൾ കയറട്ടെ. ഈ ഒരു സൺഡേക്കുള്ളിൽ ആൾ കയറിയാൽ മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ. അങ്ങനെ അതിന് തക്ക ഒരു 70% അതിൽ തിയേറ്ററിൽ ഹിറ്റാവേണ്ടത് തന്നെയാണ്. അതല്ലാതെ ബാക്കി ഒരു 30% ഞാൻ പറയാത്ത സിനിമ മോശമായതുകൊണ്ടല്ല. പക്ഷേ തിയേറ്ററിൽ ഹിറ്റാകാനുള്ള ചേരുവകളില്ല. അപ്പോൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ എനിക്ക് സംശയമുണ്ട് ഹിറ്റാവുമെന്ന്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായി. നിങ്ങൾക്ക് നല്ല ഡീപ്പ് ഡ്രാമാസ്, ഭയങ്കര നമ്മളെ ഹുക്കാക്കുന്ന ഡ്രാമാസ് ഇഷ്ടം, ആ ഒരു ജോണർ ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് തിയേറ്ററിലോട്ട് പോക്കൂ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഈ സിനിമ. പേഴ്സണലി സെക്കൻഡ് ഹാഫിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ്.
ചില സീനൊക്കെ ഭയങ്കര ഗ്രിപ്പിംഗ് ആയിരുന്നു. അപ്പം ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്.